ഞാനിനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കുക. ഒരു ചെറിയ മലയിടുക്കിൽ 12 വയസ്സുള്ള ചെറിയ കുട്ടികളും അവരുടെ ഫുട്ബോൾ കോച്ചും 5 അടി ആഴത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. അത് നിങ്ങൾ കരുതുന്ന പോലെ ഒരു സാധാരണമായ ഗുഹയല്ല. ചില സമയങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ തലയ്ക്ക് മുകളിലെ വഴിയിലൂടെ വരെ പോവേണ്ടി വരും. അങ്ങനെ വരുന്ന സമയങ്ങളിൽ കൈവച്ച് ഓരോരുത്തരെ തള്ളിക്കയറ്റേണ്ടതായി വരും. ഇങ്ങനെയുള്ളൊരു ഗുഹയിലാണ് ആ 13 പേര് കുടുങ്ങിക്കിടക്കുന്നത്. ഇങ്ങനെ ആ 13 പേരും കുടുങ്ങിക്കിടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഗുഹയ്ക്കുള്ളിൽ മഴവെള്ളം ഒലിച്ചു കയറുന്നത്. രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാൽ പോലും രക്ഷപ്പെടാൻ സാധിക്കാത്ത ഒരവസ്ഥ. അവർ വന്ന വഴിയിൽ കുറച്ചുപോലും വെളിച്ചമില്ല. മാത്രമല്ല, വഴിയിൽ മുഴുവനും വെള്ളം കൊണ്ട് നിറയാനും തുടങ്ങി. ഇനി ഒരു പക്ഷേ വെളിയിൽ വരണമെന്ന് വിചാരിച്ചാൽ പോലും വെള്ളത്തിൻ്റെ അടിയിലൂടെ ഒരു തരി വെളിച്ചമില്ലാതെ നീന്തി വരണം. കാരണം ഗുഹ എന്നത് വളരെ പേടിപ്പെടുത്തുന്ന ഒന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ഗുഹയിൽ കുടുങ്ങിപ്പോയാൽ എങ്ങനെയിരിക്കും? 2018 ഈ സംഭവം ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു വിഷയമായിരുന്നു. ഈ വിഷയത്തിൽ ഈ കുട്ടികളെ രക്ഷിക്കാനായി എലോൺ മസ്ക് വരെ മുന്നോട്ട് വന്നു. ഭക്ഷണമില്ലാതെ, ഒരു തുള്ളി വെളിച്ചമില്ലാതെ, കുടിക്കാൻ ശുദ്ധജലമില്ലാതെ, തൊട്ടടുത്ത് എന്താണെന്ന് പോലും അറിയാതെ മലയിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളത്തിൽ എപ്പോൾ വേണമെങ്കിലും മരണപ്പെട്ടു പോകാമെന്ന് അറിഞ്ഞിട്ടും 18 ദിവസങ്ങൾ അവർ അവിടെ വളരെ സുരക്ഷിതമായി അതിജീവിച്ചു. ലോകത്തെ ഞെട്ടിച്ച ഈ അതിജീവനത്തിൻ്റെ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂൺ 23 ഫുട്ബോൾ പരിശീലനത്തിന് പോയ 11നും 16നും ഇടയിൽ പ്രായമുള്ള 12 കുട്ടികളും 25 വയസ്സുള്ള അവരുടെ ഫുട്ബോൾ കോച്ചായ എക്കഹോണും താംലുവ ഗുഹയിൽ അകപ്പെടുന്നത്. ഗുഹ വെറുതെ ഒന്ന് കാണാനാണ് ഫുട്ബോൾ പരിശീലനത്തിന് പോയ ആ സംഘം അവിടേക്ക് ചെന്നത്. എന്നാൽ പെട്ടെന്നെത്തിയ മഴ അവരുടെ വിധിയെ തന്നെ മാറ്റിമറിച്ചു. ഗുഹയ്ക്കകത്തേക്ക് കുറച്ചധികം ദൂരം പോയ കുട്ടികൾ പുറത്തു പെയ്യുന്ന മഴയുടെ കാര്യം അറിഞ്ഞില്ല. തിരിച്ചിറങ്ങാൻ നോക്കിയപ്പോഴേക്കും ഗുഹ മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നു. ഈ സമയത്ത് ഫുട്ബോൾ പരിശീലനത്തിന് പോയ തങ്ങളുടെ കുട്ടികളെ കാണാതെ അവരുടെ മാതാപിതാക്കൾ ഒരുപാട് വിഷമിച്ചു. കുട്ടികളെ തേടി അവരെല്ലാവരും പല വഴിക്ക് അലഞ്ഞു. അങ്ങനെ ഒടുവിൽ കുട്ടികളുടെ മാതാപിതാക്കൾ സ്റ്റേഷനിലെത്തി ഒരു പരാതി നൽകി. 2018 ജൂൺ 23 രാത്രി 7 മണിയോടെ ഫുട്ബോൾ ടീമിൻ്റെ മുഖ്യ പരിശീലകനും സ്ഥാപകനുമായ നൊപ്പാററ്റ് കാന്തവും തൻ്റെ ഫോൺ പരിശോധിച്ചപ്പോൾ കുട്ടികളുടെ മാതാപിതാക്കളുടെ നമ്പറിൽ നിന്നുള്ള ഒരുപാട് മിസ്ഡ് കോൾസ് കണ്ടു. നൊപ്പാറത്ത് കാന്തവിനെയും അസിസ്റ്റൻ്റായ എക്കഫോണിനെയും കൂടെയുള്ള ആൺകുട്ടികളെയും മാറി മാറി വിളിച്ചെങ്കിലും അവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. പരിശീലനത്തിന് ശേഷം പിരിഞ്ഞെന്നും ബാക്കിയുള്ള കുട്ടികൾ താംലുവ ഗുഹയിലേക്ക് പോയെന്നും പറഞ്ഞത് 13ാം നമ്പറായ സോങ്ഹോയാണ്. ഈ കാര്യം ആ കുട്ടിയുടെ വായിൽ നിന്നും വന്നതും എല്ലാവരും അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. മുഖ്യ കോച്ചായ വ്യക്തി അവൻ പറഞ്ഞ ഗുഹയിലേക്ക് ഉടൻ തന്നെ പുറപ്പെട്ടു. ഗുഹയുടെ പ്രവേശന കവാടത്തിന് മുന്നിൽ ചെളിയിൽ മുങ്ങിപ്പോയ സൈക്കിളുകളും കുട്ടികളുടെ ബാഗുകളും ഷൂസുകളും കണ്ടെത്തി. ഇതിനെ തുടർന്ന് കാണാതായ ഗ്രൂപ്പിനെക്കുറിച്ചുള്ള വിവരം മുഖ്യ പരിശീലകനായ നൊപ്പാറത്ത് കാത് അധികാരികളെ അറിയിച്ചു. അങ്ങനെ ലോകം കണ്ട ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനത്തിന് അവിടെ തുടക്കം കുറിച്ചു. കുടുങ്ങിപ്പോയവരുടെ ബന്ധുക്കളും രക്ഷാസേനയിലെ അംഗങ്ങളും ഉറക്കമില്ലാത്ത രാത്രികളാണ് തുടർന്നങ്ങോട്ട് കഴിച്ചുകൂട്ടിയത്. ആ സമയത്തും അവരെ മുന്നോട്ട് നയിച്ചത് അവരുടെ ഉള്ളിലെ ഒരു പ്രതീക്ഷയായിരുന്നു. വർദ്ധിച്ചു വരുന്ന ജലനിരപ്പും ശക്തമായ ഒഴുക്കും കാറ്റും രക്ഷാസംഘത്തിന് വളരെ വലിയൊരു വെല്ലുവിളിയായിരുന്നു. ആ സമയത്ത് കുടുങ്ങിപ്പോയവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തടസ്സപ്പെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ കുടുങ്ങിപ്പോയ സംഘത്തെ കണ്ടെത്താനാവാതെ അവർ ഗുഹയിലുണ്ടോ എന്ന് പോലും അറിയാതെ ഒരാഴ്ച കടന്നുപോയി. ഈ സമയത്തും ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഒത്തുചേർന്ന് താംലുവ ഗുഹയിലെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടേയിരുന്നു. ശേഷം അതൊരു വലിയ പ്രവർത്തനമായി വികസിച്ചു. അതിൽ അന്താരാഷ്ട്ര രക്ഷാപ്രവർത്തന സംഘത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ 2018 ജൂലൈ 2 തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ഇടുങ്ങിയ പാറക്കെട്ടുകളും വെള്ളച്ചാട്ടങ്ങളും കടന്ന് ഇരുട്ടിനെ വെല്ലുവിളിച്ചുകൊണ്ട് ബ്രിട്ടീഷ് രക്ഷാപ്രവർത്തകരായ ജോർജ് വാലൻറ്റും റിക് സ്റ്റാൻഡും തായ്ലൻഡിൻ്റെ താംലുവ ഗുഹയിലെ പാറയിടുക്കിലെത്തി. ഗുഹാമുഖത്തു നിന്നും 4 കിലോമീറ്റർ അകലെയുള്ള ഒരു ഉയർന്ന പാറയുടെ മുകളിൽ ഗുഹയിൽ കുടുങ്ങിയ സംഘത്തെ അവർ ജീവനോടെ കണ്ടെത്തി. അപ്പോഴേക്കും അവർ ഗുഹയിൽ അകപ്പെട്ടിട്ട് 9 ദിവസങ്ങൾ കടന്നിരുന്നു. 12 കുട്ടികളും അവരുടെ ഫുട്ബോൾ പരിശീലകനും 10 ദിവസമായി പാറക്കെട്ടിന് മുകളിൽ രക്ഷാപ്രവർത്തനത്തിന് വരുന്ന ആളുകളെ കാത്തിരിക്കുകയായിരുന്നു. ആ നിമിഷം അതുവരെ ശ്വാസം അടക്കി പിടിച്ചിരുന്ന ജനങ്ങൾ ആ വാർത്ത അറിഞ്ഞു. കാണാതായ 12 കുട്ടികളെയും അവരുടെ ഫുട്ബോൾ കോച്ചിനെയും കണ്ടെത്തിയിരിക്കുന്നു. ഈ വാർത്ത അതിവേഗം കാട്ടുതീ പോലെ ലോകമെമ്പാടും പടർന്നു. ഗുഹയിൽ വെള്ളം കയറിയത് മൂലം സുരക്ഷിതമായ സ്ഥലം അന്വേഷിച്ച് പരിശീലകനും കുട്ടികളും ഒടുവിൽ ഗുഹയ്ക്കുള്ളിലെ പാറക്കെട്ടുകളിൽ അഭയം പ്രാപിക്കുകയായിരുന്നു. കയ്യിലുള്ള വെള്ളവും ഭക്ഷണവും കുറേശ്ശെ കഴിച്ച് അവർ ജീവൻ നിലനിർത്തി.
9 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവർ ഗുഹയിൽ ജീവനോടെ ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്. ജോർജ് വാലന്റും റിക് സ്റ്റാൻഡനും അവരെ ഗുഹയ്ക്കുള്ളിലെ പാറക്കെട്ടുകളിൽ കണ്ടെത്തിയതിനു ശേഷമാണ് അന്താരാഷ്ട്ര രക്ഷാപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ഇടുങ്ങിയ ഗുഹയിലൂടെയുള്ള പ്രവേശനം വളരെ പ്രയാസമേറിയതായിരുന്നു. ഗുഹയ്ക്ക് പുറത്തുനിന്നും 4 കിലോമീറ്റർ ഉള്ളിലാണ് കുട്ടികൾ ഉണ്ടായിരുന്നത്. രക്ഷാപ്രവർത്തകർ ഒന്നിലേറെ ഗ്രൂപ്പുകളായി അന്വേഷണം നടത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തി. ഒടുവിൽ അവരുടെ ആദ്യകാല രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നതിന് അടിസ്ഥാനമായ അണ്ടർ വാട്ടർ ഡൈവിംഗ് പഠിപ്പിക്കണോ, അതോ ഗുഹയിലേക്കുള്ള ഒരു പുതിയ പ്രവേശന കവാടകം കണ്ടെത്തുന്നിടം വരെ കാത്തിരിക്കണോ, അല്ലെങ്കിൽ തുളയ്ക്കണോ, അതോ വെള്ളപ്പൊക്കം കഴിയുന്നിടം വരെ കാത്തിരിക്കണോ എന്നുള്ള ആലോചനകൾ ആദ്യം പങ്കുവച്ചു. ഗുഹയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നതിനായി മഴ തോർന്നു നിൽക്കുന്ന സമയങ്ങളിൽ വെള്ളം പമ്പ് ചെയ്ത് പുറത്തു കളയുന്നതിനായി രക്ഷാപ്രവർത്തന സംഘം നിരന്തരം പ്രവർത്തിച്ചു. ഗുഹയിൽ നിന്നും ഏകദേശം 9 ബില്യൺ ലിറ്റർ വെള്ളം വരെ പമ്പ് ചെയ്ത് കളയേണ്ടി വന്നിരുന്നു. ശേഷം അടുത്ത മഴയ്ക്ക് മുമ്പ് ഗുഹയ്ക്കുള്ളിൽ നിന്നും അവരെ പുറത്തിറക്കാൻ രക്ഷാപ്രവർത്തകർ പദ്ധതിയിട്ടു. 100-ലധികം മുങ്ങൽ വിദഗ്ധർ, നിരവധി രക്ഷാപ്രവർത്തകർ, 100-ലേറെ സർക്കാർ ഏജൻസികളുടെ പ്രതിനിധികൾ, 900 പോലീസ് ഉദ്യോഗസ്ഥർ, 2000 സൈനികർ എന്നിവരുൾപ്പെടെ 10,000-ഓളം പേർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. 10 പോലീസ് ഹെലികോപ്റ്ററുകളും 7 ആംബുലൻസുകളും 700-ലധികം ഡൈവിംഗ് സിലിണ്ടറുകളും അവിടെ അവർ ഒരുക്കിയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായ ഇലോൺ മസ്ക് വരെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി. ഗുഹയ്ക്കുള്ളിൽ ഒരു വലിയ എയർ ട്യൂബ് സ്ഥാപിക്കുന്നതിനും ഒരു മിനി സബ്മെറിൻ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തുന്നതിനുമുള്ള ആശയമാണ് അദ്ദേഹം രക്ഷാപ്രവർത്തകരുമായി പങ്കുവച്ചത്. അതിനിടയിൽ ജൂലൈ 6-ന് മുൻ തായ് നേവി അംഗവും മുങ്ങൽ വിദഗ്ധനുമായ സമൻ കുനാൻ രക്ഷാപ്രവർത്തനത്തിനിടയിൽ മരണപ്പെട്ട സംഭവം ലോകത്തെ ഞെട്ടിച്ചു. ഗുഹയിൽ കുടുങ്ങിയ സംഘത്തിന് ഡൈവിംഗ് സിലിണ്ടർ എത്തിച്ചതിന് ശേഷം ഗുഹയിലെ സ്റ്റേജിംഗ് ഏരിയയിലേക്ക് മടങ്ങുമ്പോഴാണ് 37 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ മരണം. 18 ദിവസത്തിന് ശേഷമാണ് അപകടം നിറഞ്ഞ ആ ഗുഹയിൽ നിന്നും ആ സംഘത്തെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ശേഷം 50 നീന്തൽ വിദഗ്ധരടങ്ങുന്ന അന്താരാഷ്ട്ര സംഘവും 40 തായ് വിദഗ്ധരും നടത്തിയ അതീവ സാഹസികമായ രക്ഷാപ്രവർത്തനമാണ് വിജയം കണ്ടത്. രക്ഷാപ്രവർത്തനം തുടങ്ങിയതിനു ശേഷം ആദ്യത്തെയും 2ാമത്തെയും ദിവസം 4 കുട്ടികളെ വീതവും 3ാമത്തെ ദിവസം 4 കുട്ടികളെയും പരിശീലകനെയുമാണ് രക്ഷിച്ചത്. 2 മുങ്ങൽ വിദഗ്ധരുടെ അകമ്പടിയോടെയാണ് ഓരോ കുട്ടികളെയും പുറത്തെടുത്തത്. അതോടൊപ്പം തന്നെ ഓക്സിജൻ സിലിണ്ടറുമായാണ് എപ്പോഴും അവർ കുട്ടികളുടെ അടുത്തേക്ക് എത്തിയത്. എന്നാൽ ഗുഹയിൽ അകപ്പെട്ടു പോയവരെ രക്ഷിക്കുന്നത് വളരെ കഠിനമായിരുന്നു. വെളിച്ചമില്ലാത്തതും ഓക്സിജന്റെ അളവിൻ കുറവും ഗുഹയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവരുടെ ക്ഷാമവും ഒരുപാട് വലിയ പ്രതിസന്ധികളാണ് സൃഷ്ടിച്ചത്. ഇതിനിടയിൽ കുട്ടികളെ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷിക്കണമെന്നുള്ള രക്ഷിതാക്കളുടെ സമ്മർദ്ദവും ഉണ്ടായിരുന്നു. ഇതിനെയെല്ലാം ക്ഷമയോടെ നേരിടാനും കാര്യപ്രദമായ രക്ഷാപ്രവർത്തനം നടത്താനും തായ്ലൻഡ് രക്ഷാപ്രവർത്തന സംഘത്തിന് കഴിഞ്ഞു. ഈ സംഭവം എല്ലാവർക്കും ഒരു മാതൃകയാണ്. ദുരന്ത സംഭവങ്ങളെ എങ്ങനെ മറികടക്കാമെന്നതിനുള്ള മാതൃക. ആ ഗുഹയിൽ നിന്നും കുട്ടികളെ രക്ഷിക്കാൻ സാധിച്ചത് എപ്പോഴും ഒരു ചരിത്ര സംഭവം തന്നെയാണ്. തായ്ലൻഡിൻ്റെയും മ്യാൻമറിൻ്റെയും ഇടയിലുള്ള പർവ്വതനിരയായ ടോയ് നാങ് ഡോണിന് താഴെയുള്ള ഒരു ചെറിയ ഇടുക്കാണ് താം ലുവ നാൻ നൂൺ. ഈ ഗുഹയ്ക്ക് ഏകദേശം 10 കിലോമീറ്റർ മൈൽ ദൂരമുണ്ട്. ഇടുങ്ങിയ പാതകളും 100 മീറ്ററോളം ചുണ്ണാമ്പ് കല്ലുകളിൽ ചുറ്റിത്തിരിയുന്ന തുരങ്കങ്ങളും ഇതിലുണ്ട്. ഈ സംഭവത്തിന് ശേഷം ഗുഹയുടെ ഒരു ഭാഗം വെള്ളപ്പൊക്കത്തിൽ മുങ്ങുന്നതിനാൽ ബോർഡും തുടർന്ന് അവിടെ സ്ഥാപിച്ചു. അപ്പോൾ ഇതാണ് തായ്ലൻഡ് ഗുഹയിലെ രക്ഷാപ്രവർത്തനത്തിൻ്റെ കഥ. ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക.